ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുന്നായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. അതായത് ആദ്യ സമയത്ത് സർക്കാരിൻ്റെ നിലപാടുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരട്ടെ, പുറത്ത് വരുന്ന സമയത്ത് സ്ത്രീപക്ഷത്താണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്, അതുകൊണ്ട് തന്നെ അവർക്ക് എതിരെ പ്രതികരിക്കുന്നത് ഏത് കൊമ്പന്മാരായാലും അല്ലെങ്കിൽ പ്രതിഷേധിച്ചിട്ടുള്ള ഏത് ആൾക്കാരായാലും ഇതിനകത്ത് നടപടി ഉണ്ടാകും, ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്ന സമയത്ത് സർക്കാരിൻ്റെ നിലപാട് വെറും ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് മുന്നോട്ട് പോകാൻ പാടില്ലല്ലോ. ഈ പറയുന്ന ഹൈക്കോടതി പോലും പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കേസുമായി മുന്നോട്ട് പോകാം, എന്നാലും സർക്കാർ നടപ്പിലാക്കില്ല. എന്നിട്ട് പറയാണ് പരാതിയുമായി ഇനി ആരെങ്കിലും സ്ത്രീകൾ മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊമ്പത്തോ വമ്പത്തോ ഒന്നും നോക്കില്ല, ശക്തമായി പ്രതികരിക്കും, ശക്തമായിട്ടുള്ള ഇടപാടുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതിനുശേഷം നടന്നത് നമുക്കറിയാം. ഈ പറയുന്ന ബംഗാളി നടി, പേര് വ്യക്തമാക്കുന്നില്ല, അവർ വന്നിട്ട് സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ പരാതി നൽകുന്നു. അപ്പോൾ പ്രതികരിച്ചു ഒരാളല്ല, പലവരും വന്ന് പലർക്കെതിരെ പറയുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള സർക്കാരിന്റെ നീക്കുപോക്ക് ഈ ഒരു കാര്യത്തിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം മാത്രം എടുത്തു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് സജി ചെറിയാൻ, മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ പറയാണ്, ഒരു വ്യക്തി വന്നിട്ട്, അതായത് ഇരയാക്കപ്പെട്ടു അല്ലെങ്കിൽ ഇതിന് ഇരയായി എന്ന് പറയുന്ന ഒരു നടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷേപം ഉന്നയിച്ചു. ആ സമയത്ത് സംവിധായകൻ അല്ലെങ്കിൽ പരാതി പെടുന്നത് ഇയാളുടെ പേരിലാണ്, രഞ്ജിത്തിന്റെ പേരിലാണ്. അപ്പൊ രഞ്ജിത്ത് വന്നിട്ട് പറയാണ് എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല, തീർന്നു അവിടെ പ്രശ്നം. അപ്പൊ പരാതി പറഞ്ഞു, അതിനെ തിരസ്കരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നപ്പോൾ കേസിന് പിന്നെ സാധ്യതയില്ല. ഈ ഒരു പരാമർശം പിന്നീട് ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങൾക്ക് വിധേയമാകുന്നു. പല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ പല സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ പോലും ഇതിനെ വലിച്ചു കീറുന്നു. നാലായിട്ടൊന്നും അല്ല, 16 കഷ്ണമായിട്ട് തന്നെ വലിച്ചേറി കഴിഞ്ഞു. അപ്പം ഇതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ഥാനം ഒഴിയേണ്ടത് തന്നെയാണ്. ഇതാണ് പലരും ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു പരാതിക്കാരി വന്നിട്ട് എന്നെ ഇത്തരത്തിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ് അവിടെ നടന്നു എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും വേട്ടക്കാരൻ വന്നിട്ട് പറയില്ലല്ലോ ശരിയാണ് ഞാൻ അവളെ ഉപയോഗിച്ചു എന്ന് പറയില്ലല്ലോ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അത് വർഷങ്ങൾക്ക് ശേഷമായാലും ആ ഒരു സമയത്തായാലും അത്തരത്തിലേ പറയുള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ വന്നിട്ട് ഞാൻ ഇത് ഈ കുട്ടി അറിയത്ത് പോലുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം അതിന് പിന്നൊരു കേസുമായിട്ട് അല്ലെങ്കിൽ ഒരു നിയമസാധ്യത ഇല്ല എന്ന് സർക്കാർ തന്നെ വെളിപ്പെടുത്തുമ്പോൾ സർക്കാർ സ്ത്രീപക്ഷത്താണോ അതോ വേട്ടക്കാരന്റെ പക്ഷത്താണോ എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇവിടെ രഞ്ജിത്ത് കുറ്റക്കാരനെന്ന് നമുക്ക് തീർത്ത് പറയാനും പറ്റത്തില്ല, കാരണം ഇതിന് തെളിവൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തന്നെ മനസ്സിലായി അല്ലെങ്കിൽ പലവട്ടം ചോദിക്കണം എന്ന് തോന്നിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സ്ത്രീയുടെ പക്ഷത്ത് അല്ലെങ്കിൽ സ്ത്രീക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്ന സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തിൽ ഇവരൊക്കെ ശക്തമായി പ്രതികരിക്കുകയും മുന്നോട്ട് വരികയും കേസുമായിട്ട് മുന്നോട്ട് പോകാത്തത് എന്ത് എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് ഇപ്പുറം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അന്ന് എന്നെ അയാൾ അങ്ങനെ ചെയ്തു, അന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നേടാനാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അയ്യോ നാണക്കേടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാണ്? നാണക്കേട് ഈ ഭാഗത്ത് വരുന്നതെന്ന് പറയുന്നത് ആരാണോ വേട്ടയാടിയത് അയാൾക്കാണ് നാണക്കേടുണ്ടാവുന്നത്. നമ്മൾ ഇരയായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ യാതൊരു കൂസലും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മളോട് അത്തരത്തിൽ മോശമായിട്ട് പെരുമാറിയത്. അപ്പം നീതി ലഭിക്കേണ്ടതും ആളുകൾ, സൊസൈറ്റി നമ്മുടെ കൂടെയാണ് നിൽക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ആൾക്കാർക്കില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവർ ആ സമയത്ത് അത് മറച്ചു വെച്ചിട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം വന്ന് വെളിപ്പെടുത്തുന്നുള്ളതാണ് എൻ്റെ വലിയ ക്വസ്റ്റ്യൻ. പിന്നെ ഇങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പോലും എത്ര പേർക്ക് നീതി കിട്ടി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, മലയാളത്തിലെ പ്രശസ്തിയായിട്ടുള്ളൊരു നടി ഈ പറയുന്ന തരത്തിൽ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അല്ലെങ്കിൽ WCCയുടെ ഈ പറയുന്ന പ്രചാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉടലെടുപ്പൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഈ പക്ഷത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പം ആ കേസ് ഇത്രയും വർഷമായിട്ട് മുന്നോട്ട് പോയിട്ട് അതിൽ ഏത് പ്രതിയെ പിടികൂടി അല്ലെങ്കിൽ അതിന് എന്ത് സംഭവിച്ചു? ഇത്രയും വർഷമായിട്ട് ആ പറയുന്ന ഇര പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. വേട്ടക്കാരാരെന്ന് ഇതുവരെ തൃപ്തികരമായിട്ടുള്ളൊരു മറുപടി ഒരു പക്ഷത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ആളുകൾ ഈ പറയുന്ന കൂറ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഈ പറയുന്ന നമുക്കറിയാം, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യം നീതിയുടെ പക്ഷത്തുനിന്ന് അല്ലെങ്കിൽ നിയമത്തിന്റെ പക്ഷത്തുനിന്ന് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ ഒരാൾ ഒരു മൊഴി കൊടുത്താൽ സാക്ഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട്
മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത വാദം വരുന്ന സമയത്ത് ആ മൊഴി മാറ്റുകയാണെന്നുള്ളത് കൃത്യമായിട്ട് മൊഴി മാറ്റുന്ന വ്യക്തി ആരോ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ഒരു സമയത്ത് അവർ പറയുന്നത് പിന്നെ മാറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഒന്നിൽ ആദ്യം പറഞ്ഞത് അവർ കളവാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ സത്യമാണ്, പിന്നീട് എന്തൊക്കെയോ ആൾക്കാരുടെ പ്രഷർ കൊണ്ട് അവരതിൽ നിന്ന് പിന്തിരിയുന്നു. അപ്പം രണ്ടാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് തക്കതായിട്ടുള്ള ശരിയെ മറച്ചു വെക്കൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതാണ്. ഇത് തന്നെയാണ് ആ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പക്ഷം. നമുക്കറിയാം സിനിമാ രംഗത്തു നിന്നുള്ള എത്രയോ പേര് കൂറുമാറ്റിയിട്ടുണ്ടല്ലേ, നിലപാട് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പെൺനിരയിൽ തന്നെ ഉള്ള ആൾക്കാർ വരെ മാറ്റി എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതായിരിക്കാം ഈ പക്ഷത്ത് നിൽക്കുന്ന ഈ സിനിമാ രംഗത്ത് ലൈംഗികപരമായിട്ടുള്ള ഈ പറയുന്ന അതിക്രമങ്ങൾ നേരിട്ട പെൺകുട്ടികൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള കാരണം. കാരണം വേട്ടക്കാരന്മാർ ശക്തന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവരുടെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് തികട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായിരിക്കും മേ ബി ചിലപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, ഇത്രയും ദിവസം അമ്മ സംഘടന അതിന് പ്രതികരിക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം, അവരൊരു ഷോയുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ പ്രതികരിക്കുന്ന സമയത്ത് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാനോ മൊത്തത്തിലെടുത്ത് വിഴുങ്ങാനോ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. കാരണം ഇത്രയും വർഷം 40 വർഷത്തോളം സിനിമാ ഫീൽഡിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തരത്തിലും ഈ പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകളോ സ്ത്രീ ആർട്ടിസ്റ്റുകളോ നേരിടുന്ന ഒരു പ്രശ്നവും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇനി തിലകൻ സാറിൻ്റെ മകളായിട്ടുള്ള സോണിയ തിലകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ആചുര്യത്തോടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അവർ ആ ഒരു തൻ്റെ ഇടത്തെ എന്നുള്ള തരത്തിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്തിരുന്ന് കുറച്ചധികം നടികൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നടികളല്ല, ഒരു നടിയെയാണ് പ്രധാനമായിട്ട് കണ്ടതെന്ന് പറഞ്ഞത്. അവർ എത്ര സിനിമകൾ ആക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലുണ്ടാവുന്ന ചില മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെ കുറിച്ചുള്ളൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ആ റിപ്പോർട്ടിനെതിരെയുള്ള പ്രതികരണമാണ് നടക്കുന്നത്. ആ സമയത്ത് പുച്ഛിച്ചങ്ങ് ചിരിച്ച് തള്ളി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നടി ഒരു സ്ത്രീ തന്നെയാണോ എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ആര് നിൽക്കുന്നു? തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ചുമ്മാതെ കയറിയിട്ട് എന്തൊക്കെയോ തോണ്ടി മാന്തി എന്നൊന്നും പറയത്തില്ലല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ ഈ പറയുന്ന മുന്നോട്ട് വരിക, മൊഴി കൊടുക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിന് അവരുടെ കൂടെയല്ലേ സ്ത്രീകൾ നിൽക്കേണ്ടത്. അതിലപ്പുറത്തേക്ക് ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പ്രതികരണം നടക്കുന്ന സമയത്തും അവർ തന്നെ ആ ഒരു അമ്മ സംഘടനയിൽപ്പെട്ട ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, അതായത് ആരാണോ ഇരയാക്കപ്പെട്ടത് അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മൊഴി കൊടുത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് ഇതുവരെ കൃത്യമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം അവരാരൊക്കെയാണെന്ന് മുന്നോട്ട് വരട്ടെ. ഈ ഒരു കാര്യത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ. അത് ആരൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇനിയുള്ള സിനിമയിൽ നിന്ന് അവരെ അങ്ങ് മാറ്റി നിർത്തും. ഇത്രേ സംഭവിക്കുള്ളൂ. ഇപ്പം അമ്മ പക്ഷത്ത് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അവരെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവമേ ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ സേഫ് ആണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹിമ്പതി പരത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും പേര് ഇവിടുന്ന് തള്ളിമാറ്റപ്പെടുന്ന സമയത്ത് ഈ മൊഴി കൊടുത്ത ആൾക്കാർ തള്ളിമാറ്റപ്പെടും. അതൊരു വലിയൊരു ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ആൾക്കാർ തന്നെ അതിനകത്തുണ്ട്. അപ്പം അവർ മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത്രയും നാൾ ഒരു വേഷവും കിട്ടാതെ ഇപ്പം വന്ന് കയറിയ കുറേ എണ്ണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇനിയും കൂടി ചാൻസ് കിട്ടും. ഇവരായിരിക്കും പിന്നെ അവിടുത്തെ മുഖ്യധാര ആൾക്കാരെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഇതിലപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അഖിൽമാരാരോ, നമുക്കറിയാവുന്ന കാര്യമാണ്, ബിഗ് ബോസ് താരമായിട്ടുള്ള വ്യക്തിയാണ്, അപ്പം ഫെയിം ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ റിപ്പോർട്ടിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് ഞാനും ചിന്തിച്ച കാര്യമാണ്. കാരണം ഈ റിപ്പോർട്ടിലൂടെ ആര് എന്തെന്നുള്ളത് കൃത്യമായിട്ട് തുമ്പും പാലും ഇല്ലാത്ത കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നിയമസാധ്യത ഇതിനില്ല. ആരാണ് ഇരയാക്കപ്പെട്ടത്, ആരാണ് വേട്ടക്കാർ എന്ന് കൃത്യമായിട്ടുള്ള പേര് വിവരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും നിയമസാധ്യത ഉണ്ട്, എന്തെങ്കിലും ഈ പറയുന്ന കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തത്? ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത് സിനിമാ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരും, എല്ലാ സ്ത്രീകളും ഇത്തരത്തിൽ വഴങ്ങി കൊടുക്കുന്നവരാണ് എന്നൊരു സംഭവം കൂടി ഇതിനകത്ത് ധ്വനി വരുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് ഈ പറഞ്ഞ ചാൻസ് കിട്ടി ഇപ്പോഴും ആക്ടിങ് ഫീൽഡിൽ നിലനിൽക്കുന്ന സ്ത്രീകളും ഇതിനകത്തുണ്ട്. അപ്പം തുടർച്ചയായിട്ട് അപ്പം അവരെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ ഒരു സംഭവം വരുന്നത്. അതായത് അവരും ഇത്തരത്തിൽ ഈ പറയുന്ന ഒത്തുകൂടൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നിൽക്കുന്ന സ്ത്രീകളാണോ, അതുകൊണ്ടാണോ അവർ ബൈ ചാൻസിലെങ്കിലും നിൽക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരും സ്വാഭാവികമായിട്ടും. അപ്പം നല്ലതായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ കൂടി മോശപ്പേര് വരുത്തുന്ന ഒരു കാര്യമാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുന്നതിലൂടെ, ഈ ആരോപണങ്ങളിലൂടെ നേരിടേണ്ടി വരുന്നതെന്ന് പറയുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കാരണം ഈ സ്ത്രീ
സ്ത്രീകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ട്രസ്മാരിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ കേട്ടു. വഴങ്ങി കൊടുക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട് ചോദിക്കുന്ന സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ത്രീകൾ തന്നെയാണ് ഈ പുരുഷന്മാരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ നല്ലതായിട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് പോലും മോശപ്പേരുണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ വൃത്തികെട്ട വഴങ്ങി കൊടുക്കുന്ന ഈ പെൺകുട്ടികളും, ആ പെൺകുട്ടികളുടെ നമ്മൾ കേട്ട കാര്യമാണ്, അമ്മമാരടക്കമുള്ള ആൾക്കാരാണ് സഹരിച്ച് കൊടുക്കുന്നത് എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. കിംവദന്തിയാവാം, ചിലപ്പോൾ സത്യമാവും. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല രീതിക്ക് നടക്കുന്ന പെൺകുട്ടികളോട് പോലും മോശമായിട്ടുള്ള കാര്യങ്ങൾ പെരുമാറാൻ ഈ സംവിധായകർക്ക് അല്ലെങ്കിൽ ഈ നടന്മാർക്ക് പ്രചോദനമായി തീരുന്നത് ഇവരാണ്. അപ്പം ഈ സ്ത്രീകൾ തന്നെയാണ്. കാരണം എല്ലാ സ്ത്രീകളും ഒരു ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾ അതിനുള്ളവരല്ല, ഞങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട അഭിനയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജോലിയായി കണ്ടുകൊണ്ട് ഇവിടെ വരുവാണെന്ന് ശക്തമായി തുറന്നടിച്ച് പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ഒരു സ്ത്രീയോട് അങ്ങനെ പെരുമാറില്ല. അപ്പം ആരാ ഇവിടുത്തെ തെറ്റുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ തോന്നുന്നത് സ്ത്രീകൾ തന്നെയാണ്. കാരണം വെറുതെ വരുന്ന പുരുഷന്മാർക്ക് കരണത്തിട്ടടിച്ച് ആ സെക്കൻഡിലൊന്ന് കൊടുത്തിട്ട് നീ വിചാരിക്കുന്ന ആളല്ല ഞാനെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു ആ പ്രശ്നം. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന നിൽക്കാനും എടുക്കാനും എല്ലാം കൊടുത്തതിന് ശേഷം ഈ പിന്നീട് വന്നിട്ട് അയ്യോ എന്നെ തോണ്ടി മാന്തി എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ നിലപാടെന്ന് പറയുന്നത്. എൻ്റെ മാത്രം ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള എൻ്റെ നിലപാടാണ്. ഒരു സമയത്ത് പ്രതികരിച്ച് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിറക്കെ ആരും വരത്തില്ല. പോട്ടെ, ഫീൽഡ് ഔട്ടായി പോട്ടെ, ശക്തമായിട്ട് പ്രതികരിക്കും. ആ സമയത്ത് ഈ പറയുന്ന പോരാടുക തക്കതായിട്ടുള്ള സമയത്ത്. എത്രയോ ജോലികളിവിടെ ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മാനം വിറ്റ് ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കണമെന്നുള്ളത് യാതൊരു നമുക്ക് ആവശ്യമുള്ള കാര്യമില്ല. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം അഖിൽമാരാർ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് മറ്റൊരു മറുചോദ്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യമുണ്ട്, ബിഗ് ബോസിലും ഇതുപോലെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പേരുകൾ അദ്ദേഹം ഈ പറഞ്ഞ സ്വകാര്യത, അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്, പ്രൈവസിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ പുറത്തു വിടുന്നില്ല. ആ സമയത്തും അതിനകത്ത് ഒരുപാട് പേരുണ്ട് പെൺകുട്ടികളായിട്ടുള്ള. അപ്പം നല്ല രീതിക്കുള്ള പെൺകുട്ടികളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അന്ന് ചെയ്തത്. അപ്പം ഇത് രണ്ടും ഏകദേശം ഒരുപോലെ വരുന്ന കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാട് പേര് ഈ പറയുന്ന നല്ലവരായിട്ട്, അതായത് സിനിമാ രംഗത്ത് ഭയങ്കരമായിട്ടുള്ള നല്ല വേഷങ്ങൾ ചെയ്യുന്ന നായകന്മാർ ഈ പറയുന്ന യഥാർത്ഥ ജീവിതത്തിൽ വില്ലന്മാരായിട്ട് തോന്നുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന മുന്നോട്ട് സ്ത്രീകൾ വന്ന് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൽ എത്ര ശതമാനം ശരിയുണ്ട് തെറ്റെന്നുള്ളത് ഈ പറയുന്ന മുന്നോട്ട് ആലോചിക്കുക അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. മേ ബി ചിലപ്പം 90% ശരിയായിരിക്കാം. ചിലപ്പോൾ ഇതിനിടയിൽ വല വീശാൻ വരുന്ന, ചിലപ്പം പക തീർക്കാൻ വരുന്നവരും കാണാം. അങ്ങനെയും സാധ്യത ഉണ്ടല്ലോ. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് ആ ഇരയാക്ക പെൺകുട്ടിക്ക് ഇത്രയും വർഷം കിട്ടാതിരുന്ന ഒരു നീതിയും ഈ ഒരു റിപ്പോർട്ടിൻ്റെ പേരിൽ തുമ്പുമാലും ഇല്ലാതിരിക്കുന്ന സമയത്ത് കുറേ പേർക്ക് കിട്ടുമെന്ന് എനിക്കൊരു തരത്തിലും തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നാൾ ഈ പറയുന്ന മാധ്യമങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരിക്കും, ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കും, കുറേ പേരുടെ പേരുകൾ വരും. ഇതൊക്കെ ഈ പറയുന്ന വളച്ചൊഴിച്ച് അങ്ങോട്ട്, കാരണം സർക്കാർ പോലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഇവർക്കൊക്കെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇത് തുടച്ച് മാറ്റപ്പെടും. ഇനി നാളെ നല്ലൊരു വാർത്ത വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മീഡിയ അടക്കം ഈ ഒരു വാർത്ത അവിടെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു വാർത്തയ്ക്ക് പിന്നാലെ പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. അപ്പം എന്താണോ മീഡിയ ശക്തമായിട്ട് ഏറെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമായിരിക്കും ഈ പറയുന്ന ആളുകളുടെ, ജനങ്ങളുടെ സംസാര വിഷയം, അവരുടെ ഉള്ളിൽ തികയുന്ന കാര്യങ്ങൾ, അവരെപ്പോഴും നോക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ. അപ്പം മാധ്യമങ്ങൾ എത്രത്തോളം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഈ പറയുന്ന കാര്യം നമുക്കറിയാം, എത്ര നാൾ ഇവർ പോരാടും എന്നുള്ളതാണ്. കാരണം അവരുടെ ഫീൽഡ് സിനിമയാണ്. അപ്പം അവർ പോരാടാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ചാൻസ് കിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു എന്താ പറയുന്ന ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഇതിൽ ഒരാൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവർ പാർവതി തിരുവോത്ത് പറഞ്ഞ കണക്ക് തന്നെ എന്തെങ്കിലും ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ നടക്കുന്നതെന്ന് പറയുന്നത്, അവർ മാനനഷ്ട കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ പിന്നാലെ കേസുമായിട്ട് നടന്ന് അതിൻ്റെ പൈസ കൊടുത്ത് അങ്ങനെ വർഷങ്ങളോളം കയറി ഇറങ്ങപ്പെട്ട് ഇവർക്കെതിരെ അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് മാറി ഈ പറഞ്ഞ സിനിമാ ഫീൽഡിൽ നിന്നും പൂർണ്ണമായിട്ടും ഔട്ടായി പോകും. ഇതേ നടക്കുള്ളൂ. ഇതിലപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോണില്ല.